മലയാള സിനിമയിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നു വന്ന ലൈംഗിക പീഡന പരാതികളും. ഇതിൽ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, ബാലചന്ദ്ര മേനോൻ തുടങ്ങിയ പല പ്രമുഖരും പ്രതിക്കൂട്ടിലായി. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ മുകേഷും മണിയൻപിള്ള രാജുവും അറസ്റ്റിലായതാണ്. നിരവധി ചലച്ചിത്ര താരങ്ങളെ സംശയനിഴലിൽ നിർത്തിയ പരാതി ഒടുവിൽ പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് നടി. കേസിൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് നടിയുടെ പിന്മാറ്റം. ഇതിന് സർക്കാരിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും പിന്തുണ കിട്ടിയില്ലെന്ന വിചിത്രവാദമാണ് അവർ ഉന്നയിക്കുന്നത്. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു അടക്കമുള്ള നടന്മാർക്കെതിരെ ഉന്നയിച്ച പരാതികളിൽ നിന്ന് പിന്മാറുന്നുവെന്നാണ് നടി വ്യക്തമാക്കുന്നത്. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ ഇമെയിൽ അയക്കും. സർക്കാരിൽ നിന്ന് പിന്തുണ കിട്ടിയില്ലെന്നും തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും ഇവർ ആരോപിക്കുന്നു. മാധ്യമങ്ങളിൽ നിന്ന് പോലും പിന്തുണ കിട്ടാത്തത് കൊണ്ടാണ് പരാതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും നടി പറഞ്ഞു. കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൽ അയച്ചോ? പോക്സോ കേസിന്റെ അയച്ചിട്ടില്ല. 3 ദിവസത്തിനുള്ളിൽ അയക്കും. 3 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്താ വരുന്നത്, അതിനുശേഷം 3 ദിവസത്തോടെ ഞാൻ വെയിറ്റ് ചെയ്യും. എന്നെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കും, ഇല്ലെങ്കിൽ ഞാനൊരു ഇമെയിൽ അയക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആരോപണ വിധേയരുടെ ഒരു വിജയം തന്നെ ആയിരിക്കില്ലേ? കാരണം വിജയിക്കുന്നത് ഗവൺമെന്റ് ആണല്ലോ വിജയിപ്പിക്കുന്നത്. ഗവൺമെന്റിന് സപ്പോർട്ടായിട്ട് ഒരു സ്ത്രീയാണ് മുൻപോട്ട് വന്നത്. ആ സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ വിജയിക്കട്ടെ. അത് ഗവൺമെന്റിന്റെ അനാസ്ഥയാണ്. തന്നെ കേൾക്കാൻ പോലും അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല. വിളിച്ചാൽ ഫോൺ എടുക്കില്ല. പരാതിക്കാരിക്ക് കിട്ടേണ്ട പരിഗണന പോലും തരുന്നില്ല. പോക്സോ കേസിൽ പ്രതിയാക്കി തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ സത്യാവസ്ഥ കണ്ടെത്താൻ പോലീസ് തയ്യാറായില്ല. സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം കടുത്ത ആക്രമണമുണ്ടായി. സംസ്ഥാനത്ത് വൻ വിവാദമായി മാറിയ സംഭവത്തിലാണ് ഇപ്പോഴത്തെ പിന്മാറ്റം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു നടന്മാരായ മുകേഷ് MLA, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെ നടി പരാതിയുമായി രംഗത്തു വന്നത്. ബലാത്സംഗ കേസിലും സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിലും താരങ്ങൾക്കെതിരെ അന്വേഷണം തുടരുകയാണ്. എന്നാൽ പരാതിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കത്തയച്ചതുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാനാകില്ലെന്നാണ് SIT വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലും ഇപ്പോഴത്തെ പിന്മാറ്റത്തിലും ഒട്ടേറെ സംശയങ്ങൾ ഉയരുന്നുണ്ട്. പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു സിനിമാ താരങ്ങൾക്കെതിരായ പരാതി. ഈ പരാതി പിൻവലിക്കാൻ സമ്മർദ്ദമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സെറ്റിൽമെന്റോ ഉണ്ടായിട്ടുണ്ടോ? പീഡന പരാതി നടി പിൻവലിക്കുമ്പോൾ ഇത്തരം പരാതികളിലെ വിശ്വാസ്യത കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രശസ്തിയും പണവും ലക്ഷ്യമിട്ടാണ് പലരും പ്രമുഖർക്കെതിരെ പരാതികൾ ഉന്നയിക്കുന്നതെന്ന ആരോപണത്തിന് ഇത് ശക്തി പകരും. നൂറ്റാണ്ടുകളായി ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തിനായി പുതിയ കാലത്ത് നിർമ്മിച്ച നിയമങ്ങൾ, നീതി ഉറപ്പാക്കുന്ന പുരോഗമനാത്മക നിയമങ്ങൾ, ഇത് ചിലർ ദുരുപയോഗം ചെയ്യുമ്പോൾ നിഷേധിക്കപ്പെടുന്നത് ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളുടെ നീതിയാണ്. ഒപ്പം ഇവർ സംരക്ഷണമൊരുക്കുന്നത് യഥാർത്ഥ വേട്ടക്കാർക്കാണ്. സിനിമാ മേഖലയിലെ സ്ത്രീവിരുദ്ധത തുറന്നു കാട്ടുന്നതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമാ മേഖലയിലെ കൊടിയ അനീതികൾക്കും ചൂഷണങ്ങൾക്കും നേരെ പിടിച്ച കണ്ണാടി. എന്നാൽ ഇതിന്റെ മറവിൽ വന്ന ചില പരാതികളെങ്കിലും സംശയം ജനിപ്പിക്കുന്നതാണ്. പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ബ്ലാക്ക് മെയിലിങ്ങുകളെന്ന് സംശയിക്കാവുന്നവ. അത്തരം സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ് ഇന്ന് ഒരു പരാതിക്കാരി പറഞ്ഞ വാക്കുകൾ. പോക്സോ കേസ് എനിക്കെതിരെ, ഒരു ഫാബ്രിക്കേറ്റഡ് ഒരു കേസ് എനിക്കെതിരെ വന്നു. അതിനുശേഷം ഒരു പോലീസുകാർ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഈ പോക്സോ കേസിനെതിരെ ഗവൺമെന്റാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? ഞാൻ ഇത്രയും പേർക്കെതിരെ കേസ് പറഞ്ഞ് മുൻപോട്ട് വന്നപ്പോൾ ഒരു കള്ളക്കേസ് എനിക്കെതിരെ വന്നപ്പോൾ അത് സത്യമാണോ ഇല്ല നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാനുള്ള ഒരു ചുമതല ഗവൺമെന്റിനുണ്ട്. ഞാൻ ഈ കേസെല്ലാം പിൻവലിക്കും. ഈ നടന്മാരുടെ എല്ലാ കേസും. എന്നിട്ട് ഒറ്റയ്ക്ക് പോക്സോ കേസിനെതിരെ പോകും. അത് ഐ വിൽ ഗോ ടു എനി എക്സ്റ്റെന്റ്. അതിനിത് പിൻവലിക്കണമെന്നുണ്ടോ? ഈ നടന്മാർക്കെതിരായിട്ടുള്ള കേസ് അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി നടക്കുന്നില്ലേ? മുകേഷിനെ അടക്കം ചോദ്യം ഗവൺമെന്റും പോലീസുകാരും മീഡിയക്കാരും ആരും എന്നെ സപ്പോർട്ടും ഹെൽപ്പും ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂട്ടുകെട്ടി. നടനും MLAയുമായ മുകേഷ് അടക്കം 7 പേർക്കെതിരെ
ലൈംഗിക പീഡന പരാതി മാധ്യമങ്ങളിലൂടെ പരസ്യമാക്കിയ ഘട്ടത്തിൽ ആലുവ സ്വദേശിയായ നടി സർക്കാരിനെക്കുറിച്ച് അന്നു പറഞ്ഞതിങ്ങനെ: ഞങ്ങൾ തുറന്നു പറയാൻ ഒരു അവസരം ഒരുക്കി തന്ന പിണറായി സാറിനോടും അതുപോലെ തന്നെ ഞങ്ങളുടെ സങ്കടങ്ങൾ വന്ന് ക്ഷമയോടെ കേൾക്കാൻ തയ്യാറായ SIT, അതായത് DIG മാഡത്തിനും SP മാഡത്തിനും പൂങ്കുഴലി മാഡത്തിനും അവർക്ക് കൂടെ വന്ന എല്ലാവർക്കും, സിമി മാഡത്തിനും ഇന്ദു മാഡത്തിനും എല്ലാവരോടും ആനി മാഡത്തിനും എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളാണ് ഈ ഒരു അവസരത്തിൽ. കാരണം ഇത് വലിയൊരു നല്ലൊരു സമൂഹമാണ് ഇനി നാളേക്ക് ഉണ്ടാകാൻ പോകുന്നതിന് ഒരു വലിയൊരു ഉദാഹരണമാണ്. ഇന്നലെ ഇവിടെ വന്ന് ഈ മൊഴിയെടുത്തതും അവർക്കെതിരെ FIR ഇട്ടതും. ഇതിലെ തെറ്റും ശരിയും എന്തായാലും സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്നതാണ് പരാതിക്കാരുടെ ന്യായം. തനിക്കെതിരായ പോക്സോ പരാതിയിൽ സർക്കാർ സഹായിക്കാത്തതുകൊണ്ട് താൻ നൽകിയ പരാതി പിൻവലിക്കുന്നുവെന്നാണ് വിശദീകരണം. ഈ പരാതികളെല്ലാം ഉയർന്ന കാലത്ത് നടൻ നിവിൻ പോളിക്കെതിരെ വന്ന സമാനമായ ബലാത്സംഗ പരാതി വ്യാജമാണെന്ന് കണ്ട പോലീസ് കോടതിയിൽ നടന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ചിലർ നിയമം ദുരുപയോഗം ചെയ്യുമ്പോൾ ഇരകളെന്ന പരിഗണനയിൽ അവർക്കൊപ്പം നിൽക്കേണ്ട ഗതികേടിലാണ് പൊതുസമൂഹവും. ഇത്തരം വ്യാജ പരാതികൾ സമൂഹത്തിലുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. നിരപരാധികൾ വേട്ടയാടപ്പെടുന്നു, ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു, യഥാർത്ഥ വേട്ടക്കാർ മറഞ്ഞിരുന്ന് ഊറിച്ചിരിക്കുന്നു, ഒപ്പം ഇത്തരം വ്യാജ പരാതിക്കാരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.